ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയുടെ പേര് തലവൻ എന്നാണ്. മൂവിയുടെ പേര് ഇതൊരു പോലീസ് സ്റ്റോറിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത് ജിസ് ജോയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 6ാം ചിത്രമാണ് തലവൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. മുൻ ചിത്രങ്ങളൊക്കെ ബൈസിക് 3 വയസ്സ് അതുപോലെ തന്നെ വിജയ് സൂപ്പർ പൗർണമി, സൺഡേ ഹോളിഡേ, ഇതുവരെ മോഹൻകുമാർ ഫാൻസ് തുടങ്ങിയവരൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ജോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്താ പറയുക, ഒരു ത്രില്ലർ ചിത്രത്തിൻ്റെ മുന്നേ ചെയ്തിരുന്ന വ്യക്തിയല്ല, മുന്നേ ഒരു ഫീൽ ഗുഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ട് തന്നെയായിരുന്നു. കാരണം ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരിക ജിസ് ജോയിനായിരിക്കും. കാരണം അദ്ദേഹം ഒരുപാട് ഫീൽ ഗുഡ് ചിത്രങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സൺഡേ ഹോളിഡേ ആണെങ്കിലും വിജയ് സൂപ്പർ പൗർണമി ആണെങ്കിലും ബൈസിക് 3 വയസ്സ് ആണെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള മിക്ക ചിത്രങ്ങളും ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയായിരുന്നു. അപ്പോൾ ഫീൽ ഗുഡിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം ഒരു ത്രില്ലർ ചിത്രം ചെയ്യുമ്പോൾ എത്രത്തോളം കാണാനുള്ള ആകാംക്ഷ വളരെ കൂടുതൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തലവൻ കാണാൻ തീരുമാനിച്ചത്. അപ്പോൾ തലവനെ കുറിച്ച് പറയുമ്പോൾ അരുൺ നാരായണാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തിരക്കഥ ആനന്ദും അതുപോലത്തെ ശരത്തും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബിജി മേനോൻ, ആസിഫ് അലി, മിയ ജോർജ്, അതുപോലെ അനുശ്രീ, കോട്ടൈ നസീർ, ദിനേശ് പോത്തൻ തുടങ്ങിയൊക്കെ പ്രധാനമായും കാസ്റ്റിംഗ് ഇതിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനമായിട്ടും 2 പോലീസുകാരുടെ കഥയാണ്. അതായത് ജയശങ്കറും അതുപോലെ തന്നെ കാർത്തിക്കും എന്ന് പറയുന്ന 2 വ്യക്തികളുടെ കഥ. കാർത്തിക് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ആസിഫ് അലിയാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ ജയശങ്കറായിട്ട് ബിജി മേനോനും. ഒരു SIയും CM തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ കഥയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി തുടക്കം ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് അതിൽ നിന്നും വ്യക്തം തന്നെ 2 പേരും അങ്ങോട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ സെയിം കരുത്തുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു പരിധി വരെയും എത്തിച്ചതിന് ശേഷം വീണ്ടും കഥ ത്രില്ലിലോട്ട് മാറുമ്പോൾ എത്രത്തോളം ഉള്ള ആകാംക്ഷ കാണുന്ന പ്രേക്ഷകരിലും എത്തിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മികച്ച കൈയടി തിരക്കഥത്തിന് സാധിക്കണം. കാരണം എവിടെയും ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു ഫ്രഷ് ആയിട്ടൊക്കെയാണ് നമ്മൾ കണ്ടു പഴകിയിട്ടുള്ള സ്റ്റോറി ലൈനൊക്കെയാണ് കൊണ്ടുവന്നെങ്കിൽ പോലും, പക്ഷെ അത് എന്താണ് അവസാനം ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ ആരാണ് കാണുന്നത് ഭയങ്കര ആകാംക്ഷ. കാരണം ഓരോ സീൻ കഴിയുമ്പോൾ അടുത്ത് ആരാണെന്നുള്ള തോന്നൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തും. അതെന്തായാലും തീർച്ചയായിട്ടും ഇതിനെ തിരക്കഥത്തിന് സാധിച്ചു തന്നെയാണ് മികച്ചൊരു കൈയടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ഒരു പോലീസുകാരൻ്റെ ഒരു മീഡിയയിലുള്ള ഒരു ചാനൽ പ്രോഗ്രാമിലാണ് ഒരു പോലീസുകാരൻ്റെ ഒരു സ്റ്റോറിയായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ഓരോ കേസിനെ അന്വേഷിച്ച് വരുമ്പോൾ അതിലേക്ക് കടന്നു വരുന്ന 2 വ്യക്തികളാണ് ബിജി മേനോനും അതുപോലെ തന്നെ ആസിഫ് അലിയും. അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു കൊലക്കേസ് സംഭവിക്കുന്നു, അതിലേക്ക് ഞാൻ അകപ്പെട്ടുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്താ പറയുക ന്യൂസ് റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, സാർ ഇങ്ങനൊരു കേസ് പറഞ്ഞുവിടുന്ന് പറയുമ്പോഴുള്ള മുഖത്തുള്ള എക്സ്പ്രഷനും ഭീകരതയൊക്കെ ദിനേശ് പോത്തൻ്റെ മുഖത്ത് വളരെ വ്യക്തമായി തന്നെ കാണാറുണ്ട്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആ സീൻ ബൈ സീൻസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്ന് ആരംഭിക്കുന്ന കഥയൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതിലോട്ട് എത്തുമ്പോൾ പല ഇൻസിഡൻസും കടന്നു വരുന്നു. ഈ 2 വ്യക്തികളിലേക്ക് എങ്ങനെയാണ് ഇത്ര ഈഗോ ക്ലാഷ് സംഭവിച്ചെന്നൊക്കെ അന്വേഷിച്ച് വരുന്നു. ഈ തുടക്കത്തിൽ തന്നെ ഒരു പോലീസുകാരൻ ഉള്ളൊരു പുതിയതായിട്ട് SI റാങ്കിലേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നു. പിന്നീട് അവിടുത്തെ 2 പോലീസുകാർ എങ്ങനെയാണ് ഈഗോ ആയത്, അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള വൈര്യം എങ്ങനെ മറ്റുള്ളവരും മുതലെടുത്തുനിന്ന് എങ്ങനെ ഇത്ര മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരാണ് തലവൻ, ആരാണ് മുമ്പിലെത്തുക എന്നുള്ള ചോദ്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പരിധിയിൽ നമ്മുടെ അയ്യപ്പനും കോശിമലത്തെ ഈഗോ ആണെങ്കിലും അതിനുശേഷം ഒരു പരിധിക്ക് അപ്പുറത്ത് കിടക്കുമ്പോൾ പടം ത്രില്ലിലേക്ക് തന്നെ ട്രാക്കിലേക്ക് കയറുന്നുണ്ട്. ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ തിരക്കഥ തന്നെയായിരുന്നു. കാരണം വളരെ സ്പീഡായിട്ടുള്ള തിരക്കഥ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഒരു പിടി തരാതെ, അതായത് പടം സോ ഫാസ്റ്റാണ്. 2-2.25 മണിക്കൂർ അല്ലെങ്കിൽ പോലും അത് ഗംഭീരമായി തന്നെ ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അവർക്ക് എന്താണ്, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ എന്താണ് ആവശ്യമെന്ന ആ ചിന്ത, അല്ലെങ്കിൽ കൂടുതൽ ലാഗ് എടുപ്പിക്കാതെ പെട്ടെന്ന് തന്നെ പടന്ന് പറഞ്ഞ പോലെ തന്നെ പടത്തിൻ്റെ ആ സ്റ്റോറിയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലായിരുന്നു. അത് കാണാൻ വളരെ നല്ല രസം തന്നെയാണ്. നമുക്ക് ഓരോ പ്രശ്നം കാണുമ്പോൾ തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഭാഗം തന്നെയൊക്കെയാണ്. കാരണം നമുക്കൊരു പക്ഷേ പലപ്പോഴും ഈ ചിത്രം കാണുമ്പോൾ തോന്നും ഇങ്ങനൊരു വ്യക്തിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്നൊക്കെ തോന്നും. ഈ തുടക്കം തന്നെ ഒരു കൊലപാതകം നടക്കുന്നു. അതുമായി മുന്നോട്ടുള്ള അന്വേഷണമൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലേക്ക് അറിയാതെ പെടുന്ന 2 വ്യക്തികൾ പിന്നെ മാറി അറ്റാക്ക് ചെയ്ത് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് തലവനായിട്ട് പ്രധാനമായ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പടത്തിൻ്റെ ഏകദേശം 30 മിനിറ്റിന് ശേഷം വീണ്ടും പടം ട്രാക്കിലവർ കയറുന്നുണ്ട്. ഇൻ്റർവെൽ വരെയും അത് ഗംഭീരമായിട്ട് ത്രില്ലിലോട്ട് പോകുന്നത്. ഇൻ്റർവെൽ ശേഷം കുറച്ചും കൂടി ഫാസ്റ്റ് കൂടിയെന്നല്ലാതെ എവിടെയും ഡൗണായി പോകുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ആസിഫ് അലി അതുപോലെ തന്നെ ബിജി മേനോൻ തുടങ്ങിയ മികച്ച പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ആസിഫ് അലി നമുക്ക് അദ്ദേഹത്തിന് മുൻ ചിത്രങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശ തന്നെയായിരുന്നു അടുത്ത കാലത്ത് സമ്മാനിച്ച്. അത് തീർച്ചയായിട്ടും ഇതിലോട്ട് വരുമ്പോൾ അത് ഗംഭീരമായിട്ട്, അല്ലെങ്കിൽ എന്താണ് ആ കഥാപാത്രം വേണ്ടത്, കാർത്തിക് എന്ന് പറയുന്ന ഒരു SIയുടെ കഥാപാത്രം ആസിഫ് അലി വളരെ വൃത്തിയോട് തന്നെ ചെയ്തിട്ടുണ്ട്. വെറുപ്പിക്കാതെ അതിമനോഹരമായി തന്നെ ചെയ്തു. അത് ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആസിഫിൻ്റെ ഇമോഷൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ടെൻഷൻ അടിച്ച സീൻസ് ആണെങ്കിലും, അതുപോലെ ദേഷ്യമാണെങ്കിലും പല ഭാഗങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മിന്നിമാറുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ബിജുമേനാണ് കോമഡി ട്രാക്ക് വിട്ടിട്ട് കുറച്ചുകൂടി സീരിയസ് ഉള്ള ഒരു പോലീസ് ഓഫീസർ വേഷത്തിലാണ് ബിജുമേന വന്നിട്ടുള്ളത്. അവരും ഗംഭീരമായി തന്നെ ചെയ്തു. അതുപോലെ തന്നെ മിയ ജോർജ്, അൻസറി കാര്യമായിട്ടൊന്നും അവർക്കും ചെയ്യാനുണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും അവരുടേതായ കഥാപാത്രങ്ങളൊക്കെ അവർ കൊടുത്തുള്ള സ്പേസ് വളരെ വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ദിനേശ് പോത്തൻ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ അരുൺ നാരായണൻ തുടങ്ങിയവരൊക്കെ നല്ലൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കോട്ടയം നസീറാണ്. കോട്ടയം നസീറിനെ കുറിച്ച് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങളും അല്ലെങ്കിൽ ഓരോ എക്സ്പ്രഷനും കണ്ട് തന്നെ ചെവിക്കൽ നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും. ചില നോട്ടം ഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തുടക്കം തന്നെ കുറച്ച് ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കോട്ടയം നസീർ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു. അല്ലെങ്കിൽ ആ കഥാപാത്രം എങ്ങനെയാണ് ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കോട്ടയം നസീറിൻ്റെ മികച്ച പ്രകടനം എടുത്തു പറയാൻ സാധിക്കും. കാരണം പ്രകടന ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരുപടി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ജാഫർ ഇടുക്കി പ്രത്യേകിച്ചൊന്നും വന്നില്ല, ഒരു എഴുത്തുകാരൻ്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പാറ്റേൺ പോലെ തന്നെ ഇടുക്കി ലാംഗ്വേജ് സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ്. അതിലൊന്നും മാറ്റി പിടിക്കാൻ തോന്നി. കാരണം കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പ്രസീവ് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. ഒരു കഥാപാത്രം വന്നു കടന്നു പോയി എന്നുള്ള ഒരു തോന്നലായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ടുകൾ കൂടുതലായിട്ടൊന്നും തന്നെ സഹായിച്ചു എന്നതിൽ തോന്നി. കാരണം പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ലാത്തൊരു പാട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ എടുത്തു പറയുന്ന മറ്റൊരു പോസിറ്റീവായി എനിക്ക് പറയുമ്പോൾ എന്താ പറയുക, ഇതിൻ്റെ BGM ബാൻഡ് സ്കോറാണ്. അത് ചെയ്തിട്ടുള്ള ദീപക് ദേവാണ്. അപ്പോൾ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലമായി ഇപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടും BGM കാരണം കൊടുത്തിട്ടുള്ളത് ഗംഭീരമായിട്ട്. കാരണം ഓരോ സീൻ ബൈ നോക്കുമ്പോഴും നല്ല രസമായിട്ട് തോന്നി. കാരണം തുടക്കം തന്നെ വളരെ സിമ്പിളായിട്ടാണ് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നത്. ഒരു പാലത്തിനോട് പോലീസ് ജിമ്മ് പോകുന്നു, ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അത് മികച്ച രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ടെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയായിരുന്നു. അതിൽ ഓരോ വ്യക്തിക്കും കൊടുത്തത്. അതുപോലെ തന്നെ ക്ലൈമാക്സിലൊക്കെ പടാന്ന് പടയ്ക്കുന്ന BGM കാര്യങ്ങളൊക്കെ തന്നെ ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തിനും ഡയറക്ഷനാണെങ്കിൽ പോലും ജസ്റ്റ് എന്താ പറയുക, ഫീൽ ഗുഡ് നിന്ന് വിട്ടിട്ട് നല്ല ട്രാക്കോട് തന്നെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ എഡിറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ സിനിമയിലുള്ള ബയോഗ്രഫി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും സെറ്റ് തന്നെയായിട്ട് ഓരോ പ്രശ്നം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലുള്ള ചെറിയ ഒരു മാറ്റം തന്നെയാണ് എനിക്ക് തോന്നി. കാരണം ചില കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കും, അത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള തോന്നല്. കാരണം അതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് അവസാനം വരുമ്പോൾ എത്തിച്ചിട്ടുള്ള അതിൻ്റെ കാരണം വളരെ സിമ്പിളായി തോന്നി. കാരണം നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അതിൻ്റെ പല ചിത്രങ്ങൾക്കും. എങ്ങനെ ത്രില്ലർ ചിത്രക്ക് റിവെഞ്ച് ചെയ്യാൻ എന്തായിരിക്കും കാരണമെന്ന് എന്താ പറയുക, നമ്മൾ തിങ്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യം തന്നെ. അതിൽ നിന്ന് പുതുമ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പോലും പക്ഷെ എന്തുകൊണ്ടാണ്, ആരാണ് ആ വ്യക്തി അതിന് കാരണമെങ്കിൽ ആ വ്യക്തിക്ക് തേടിയുള്ള യാത്ര നമുക്ക് പല ഫേസും മുഖത്തോട് ചേർന്ന് വരും. കാരണം ഒട്ടും തന്നെ ഇങ്ങനൊരു കഥാപാത്രം ആയിരിക്കും എന്നുള്ള തോന്നൽ നമുക്ക് വരില്ല. കാരണം പല കഥാപാത്രങ്ങൾക്കുള്ള വ്യക്തി വരെയും ഉള്ളത് കൊണ്ട് തന്നെ പല കഥാപാത്രങ്ങളും തോന്നിപ്പിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനൊരു കഥാപാത്രം ആയിരുന്നൊരു പിന്നിൽ നിന്ന് തോന്നിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ടെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കാരണം കുറച്ച് നെഗറ്റീവായി തോന്നി. പക്ഷെ അതൊന്നും ചിത്രത്തെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൽ വില്ലൻ ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു കരച്ചിലൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. എനിക്ക് കാര്യമായിട്ടൊന്നും തന്നെ തോന്നിയില്ല. കാരണം അതൊക്കെ ഒന്ന് കുറച്ച് ഓവർ റൈറ്റിംഗ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം ഇനി തലവൻ എന്താ പറയുക ബിക്സിലോട്ട് കൊടുക്കുന്ന ഒരു ചിത്രത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ തലവനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയ്ക്കാണ് പറയാനുള്ളൂ. ഒരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവം തന്നെയാണ്. ഒരു ശരാശരി അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് തലവൻ. യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോൾ തലവൻ നിങ്ങൾ കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക. എന്നെത്തിയും പോലെ തന്നെ അതായിരിക്കും. ബൈ തലവാ.